CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ ഒരുങ്ങി. കെ സുധാകരന്റെ വിമർശനത്തിന് മറുപടിയുമായി വി.ഡി. സതീശൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ ഒരുങ്ങി. 43 വർഷങ്ങൾക്കു ശേഷം എത്തുന്ന സമ്മേളനം വൻ വിജയമാക്കാൻ വിപ്ലവ ഭൂമി ചുവന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഴത്തിൽ വേരോട്ടമുള്ള ആലപ്പുഴയിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. CPI സംസ്ഥാന സമ്മേളന നഗറിൽ സ്ഥാപിക്കുന്ന ദീപശിഖയുടെ പ്രയാണം ചൊവ്വാഴ്ച പകൽ 2 മണിക്ക് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ക്യാപ്റ്റനായ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ വിനീത വിൻസെന്റും ഡയറക്ടർ ബിബിൻ എബ്രഹാമുമാണ്. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ട് 6-ന് ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ എത്തുന്ന ജാഥ 10-ന് രാവിലെ 9 മണിക്ക് 100 വനിതാ അത്ലറ്റുകളുടെ അകമ്പടിയോടെ പ്രതിനിധി സമ്മേളന നഗറിലേക്ക് പ്രയാണം തുടരും. മുഖ്യമന്ത്രിക്കൊപ്പം സദ്യയുണ്ടതിന് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പിന്നെ എവിടെ പറയണം, എങ്ങനെ പറയണം എന്നത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. തീരുമാനങ്ങളും നിലപാടും എടുക്കുന്ന ആളുകൾക്ക് എതിർപ്പുണ്ടാകും. കേരളം മുഴുവൻ അലയടിച്ചു മുന്നോട്ട് വന്നാലും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളിൽ മാറ്റമുണ്ടാകില്ല. അതിന്റെ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. AKG ഉൾപ്പെടെയുള്ള മഹാത്മാരെ വ്യക്തിഹത്യ ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ അരങ്ങേറ്റം കുറിച്ചയാളാണ് VT ബൽറാം എന്ന് പരിഹസിച്ച് മന്ത്രി MB രാജേഷ്. സാമൂഹിക മാധ്യമങ്ങളെ ഒരിക്കലും അന്തസ്സുള്ള രാഷ്ട്രീയ വിമർശനത്തിന് ഉപയോഗിച്ച ചരിത്രമില്ലാത്ത ഒരാളെയാണ് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ തലവനായി നിശ്ചയിച്ചത്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കുകയാണ്. എല്ലാ കുൽസിത തന്ത്രങ്ങളും പയറ്റിയിട്ടും BJP ആകെ അടിപതറി അങ്കലാപ്പിലാണ്. ഇന്ത്യ സഖ്യം ബീഹാറിനെ ഇളക്കി മറിച്ച് പ്രചാരണത്തിലൂടെ ആത്മവിശ്വാസത്തിന്റെ നെറുകയിലും അപ്പോഴതാ കേരളത്തിലെ KPCC ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ വക BJPക്ക് ഒരായുധം ബീഹാറിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നുവെന്നും രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കാര്യവട്ടത്ത് മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തി. വലിയവിള പുത്തൻ വീട്ടിൽ ഉല്ലാസാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യലഹരിയിലുണ്ടായ അടിപിടിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പകരം വെക്കാനില്ലാത്ത മലയാളത്തിന്റെ മെഗാ താരം മമ്മൂട്ടി 74 നിറവിൽ. സഹപ്രവർത്തകരും ആരാധകരും പ്രിയ താരത്തിന് ജന്മദിനാശംസകൾ നേർന്നു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഘനഗംഭീരമായ ശബ്ദം, ആകാര സൗഷ്ഠവം, ഉച്ചാരശുദ്ധി കൊണ്ടുമെല്ലാം കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച താരമാണ് മമ്മൂട്ടി. സിനിമ, രാഷ്ട്രീയം, സാംസ്കാരികം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ആരാധകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് ആശംസകളുമായി രംഗത്തെത്തിയത്. GST നിരക്ക് ഘടനാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി. നിരക്ക് ഘടനയുടെ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെപ്പറ്റി വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ ആശങ്ക അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ GST നിരക്ക് ഘടന പുനഃപരിശോധിക്കണമെന്നുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരുടെ സമിതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. GST കൗൺസിൽ യോഗം ഉടൻ ചേർന്നേക്കും. പാകിസ്ഥാനിൽ ക്രിക്കറ്റ് മത്സരത്തിനിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലാണ് സംഭവം. ക്രിക്കറ്റ് മത്സരത്തിനിടെ മൈതാനത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് മൈതാനത്ത് പുക ഉയരുന്നതും ആളുകൾ ഓടുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് വിശ്വാസ പ്രചരണം നടത്തിയ കാർലോ അക്കൂത്തിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ ഈ പദവിയിലെത്തുന്ന ആദ്യ മില്ലേനിയൽ തലമുറയിൽപ്പെട്ട ആളാണ്. വിശ്വാസ പ്രചരണത്തിന് വെബ്സൈറ്റും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ച വ്യക്തിയാണ് കാർലോ അക്കൂത്തിസ്. കേരളത്തിന് വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുവിനെ പോലും സ്വന്തമാക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും വർഗീയതയെ എന്നും എതിർത്ത് ഗുരുശ്രേഷ്ഠനായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് ഒരുമിപ്പിക്കാനാണ് ഗുരു പഠിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമായ ചതയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് BJPയിൽ പൊട്ടിത്തെറി. ചതയ ദിനാഘോഷം OBC മോർച്ചയെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് നാഷണൽ കൗൺസിൽ അംഗവും മുതിർന്ന നേതാവുമായ KA ബാഹുലേയൻ പാർട്ടി വിട്ടു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് KA ബാഹുലേയൻ രാജി പ്രഖ്യാപിച്ചത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കാം.